Hello, welcome back to Ledino. കീം 2025 ലാസ്റ്റ് അലോട്ട്മെന്റ് ആയിട്ടുള്ള തേർഡ് ഫേസ് അലോട്ട്മെന്റിന്റെ ലിസ്റ്റും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ അതിന്റെ ഒരു അലോട്ട്മെന്റ് മെമ്മോ എടുക്കുക, പ്രിന്റ് എടുക്കുക. അപ്പം നിങ്ങളുടെ കോഴ്സ് ഏത് കോളേജാണ്, എത്ര ഫീ അടയ്ക്കണം, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒപ്പം തന്നെ നിങ്ങൾ ഡാറ്റ ഷീറ്റും എടുത്തു വെക്കുക ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അതേപോലെ തന്നെ അതിൽ എത്രയാണോ ഫീസ് പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് ഓൺലൈനായിട്ട് പേ ചെയ്യാം. ഓക്കെ, ഓഗസ്റ്റ് 12 മുന്നായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം. ഓഗസ്റ്റ് 12 3 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ പോയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി ഇതായിരിക്കും ലാസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വേക്കൻറ്റ് സീറ്റുകൾ എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളത് കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഗവൺമെന്റ് കോളേജസിലും അതേപോലെ തന്നെ എയ്ഡഡ് കോളേജസിലും വേക്കന്റ് ആയിട്ട് വരുന്ന, അതായത് ഈ തേർഡ് ഫേസ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് വേക്കന്റ് ആയിട്ട് വരുന്ന സീറ്റുകൾ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ DTE ആയിരിക്കും ഇനി അതിലേക്കുള്ള അലോട്ട്മെന്റ് അഡ്മിഷൻ ഒക്കെ എടുക്കുന്നത്. അത് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ തന്നെ കോളേജ് തന്നെ ആയിരിക്കും അവിടേക്കുള്ള ഈ വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് കോളേജസിലേക്ക് മാത്രമേ ഇനി ഒരു സ്പോട്ട് അഡ്മിഷൻ ആയിട്ട് DTE നടത്തുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം കോളേജസ് തന്നെയാണ് അത് റൂൾസ് ഗവൺമെന്റ് ഓർഡേഴ്സ് അനുസരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോട്ട് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇനി അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ മാത്രം വെച്ചിട്ടായിരിക്കും ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുക. അപ്പൊ അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് നമ്മൾ ഫോം ഫില്ല് ചെയ്തിട്ട് അന്ന് അവിടെ പ്രസന്റ് ആയിട്ടുള്ളവരിൽ നിന്നായിരിക്കും പിന്നെ അഡ്മിഷൻ വരിക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയാം. സോഫാർ നമുക്ക് ഏകദേശം ഈ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞതോടുകൂടി തന്നെ ചില കോളേജസിലൊക്കെ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി, ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഒക്കെ തുടങ്ങി. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ വിത്തിൻ ഒരു 1 വീക്ക് നമ്മൾ ഫുൾ സ്ട്രക്ചറിൽ ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമായിരിക്കും. അപ്പൊ ഇനി കീമുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കൊടുത്തുകൊണ്ടിരുന്നു. കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയി എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി തുടർന്നും BTech റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലേണിനോ BTech എന്നുള്ള ഒരു ചാനലിലാണ് ഉള്ളത്. സോ BTechന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കിട്ടും. ഒപ്പം നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ എനിവേ, ഇനിയും ഏതെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഉണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.